ഹലോ എവ്രി വൺ. ഇതൊരു ദിവാലി സെലിബ്രേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പടക്കവും വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് പൊട്ടിച്ച് എൻജോയ് ചെയ്യുന്ന ഇതാണ് എൻ്റെ ചേട്ടൻ. ഇത് മേമയുടെ വീട്ടിൽ നമ്മളൊന്ന് പോയതാണ്. മേമയുടെ വീട്ടിൽ പോകാൻ എന്നും ഇഷ്ടമാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ ബാക്കിലായിട്ട് കടലുണ്ട്. അപ്പോൾ കടൽ കാണാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സൺസെറ്റൊക്കെ കാണാൻ പോകാമെന്നുള്ളൊരു പ്ലാനിനാണ് പോയത്. പക്ഷേ സൺസെറ്റൊന്നും കാണാൻ പറ്റിയില്ല, നമ്മൾ എത്തിയപ്പോൾ ലേറ്റായി. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ എങ്ങനെയാണോ വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നത് അതേ കോലത്തിൽ തന്നെ കടൽ കാണാൻ പോയി. ഈ ഒരു ഫ്രെയിം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടൊരു സ്ഥലമാണ്. പക്ഷെ പണ്ട് തൊട്ടേ നമ്മളിവിടെ എപ്പോഴും പോണതാണ്. ഇതിനെ നമ്മൾ അറപ്പാന്നാണ് വിളിക്കാറ്. എന്താണ് ആരെ നോക്കി നിൽക്കണ്? ആരെ നോക്കിയിട്ട് നിൽക്കണ്? അമ്പലോ? നൻപൻ. ഇതുപോലെ തെങ്ങിൽ കാർവ് ചെയ്തെടുത്ത കുറേ ശില്പങ്ങൾ അവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ പോയ സമയത്ത് നല്ലോണം തിരമാല ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചായക്കട നടത്തുന്ന ഒരു ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ അധികം ഉള്ളിലേക്കൊന്നും ഇറങ്ങണ്ട, കുറച്ച് ഡേഞ്ചറായിട്ടൊരു സ്ഥലമാണ്, കുറച്ച് പേര് അവിടെ മുങ്ങിയിട്ടൊക്കെ മരിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഒരാളെ രക്ഷിച്ച കാര്യവും പറഞ്ഞു. നമ്മൾ കടൽ കാണാൻ പോകാനിരുന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം, ഇറങ്ങൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ അവിടെ വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കാല് നനയ്ക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. ഉണ്ണിക്ക് അതെ ഭയങ്കര ഇഷ്ടമാണ് കടലിലൊക്കെ ഇറങ്ങാനായിട്ട്. നമ്മൾ ഈ സ്ഥലത്തിനെ അറപ്പാന്നാണ് വിളിക്കാറ്. ഒരു തോട് വന്ന് കടലിനോട് ചേരുന്ന ഒരു സ്ഥലമാണ്, അപ്പോൾ അങ്ങനെയാണ് വിളിക്കാറ്. പക്ഷെ ഇപ്പോൾ അതിന് ഓഹോ ബീച്ച് എന്നൊക്കെ പേര് വന്നു. ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇത് ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹതീരത്തെത്താം. കഴിഞ്ഞ വട്ടം നമ്മൾ ഇവിടെ വന്നപ്പോൾ സ്നേഹതീരം വരെ നടന്നു. കടൽ തീരത്ത് കൂടെ നടക്കാനുള്ള ഇഷ്ടം കൊണ്ട് നടന്നതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും വയ്യാണ്ടായി. അപ്പോൾ തിരിച്ചിവിടേക്ക് തന്നെ ഓട്ടോ വിളിച്ച് വന്നു. നമ്മൾ എത്ര കണ്ടു എന്ന് പറഞ്ഞാലും പിന്നെയും കാണുമ്പോൾ അതേ കൗതുകവും പ്രൗഢിയും ഒക്കെ തോന്നുന്ന ഒന്നാണ് ആന. അതുപോലെ തന്നെയാണ് കടലും. കടലിൽ ഇറങ്ങാനും നനയാനും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഒരു സന്ധ്യാസമയത്ത് വന്നിരുന്ന് സൂര്യാസ്തമയം കണ്ട് കാറ്റും കൊണ്ടിരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങൾക്കോ?